ഉത്തർപ്രദേശിൽ സംഭലിൽ സംഘർഷവും വെടിവെപ്പും നടന്ന സംഭലിൽ ഇന്ന് മുസ്ലിം ലീഗ് എംപിമാർ സന്ദർശിക്കുന്നതായിരിക്കും. എന്നാൽ പ്രശ്നബാധിത മേഖലയിലേക്ക് എംപിമാർക്ക് പ്രവേശന അനുമതി ഇല്ല. പ്രവേശന അനുമതി തേടിയെങ്കിലും ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നില്ല. സംഭല സംഘർഷത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. അർജുൻ പീതാംബരൻ തന്നെ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അർജുൻ, ഈ സംഭലിലെ പള്ളി സർവേയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങൾ അറിയുന്നു? ഈ ഒരു തർക്കം അത് ഏത് വിധത്തിലാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത്? എന്തെല്ലാം നടപടികൾ മറ്റു തലങ്ങളിൽ പുരോഗമിക്കുന്നു? പാർലമെന്റിൽ ഒരു വശത്ത് വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തുകയാണ്. അടിയന്തര പ്രമേയ നോട്ടീസെല്ലാം നൽകിയിട്ട് ഈ സംഭൽ വിഷയത്തിൽ. അതേ സമയത്ത് തന്നെയാണ് 5 മുസ്ലിം ലീഗിന്റെ 5 എംപിമാർ, അത് PT മുഹമ്മദ് ബഷീറും സമധാനി ഉൾപ്പെടെയുള്ള 5 എംപിമാരും സംഭൽ സന്ദർശിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് 11:30-12 മണിയോടുകൂടി തന്നെ ഇവർ ഡൽഹിയിൽ നിന്നും പുറപ്പെടുമെന്നുള്ളതാണ് നമുക്ക് അവരോട് അന്വേഷിച്ച സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. പക്ഷേ അനുമതി ലഭിച്ചിട്ടില്ല. ഇന്നലെ സംഭലിലെ ജില്ലാ കളക്ടർ മജിസ്ട്രേറ്ററെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. പക്ഷേ അദ്ദേഹം അനുമതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ശരി. അർജുൻ പീതാംബരനാണ് പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്.